മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ജനാസയുടെ മുമ്പിൽ നിന്ന് നിസ്കരിക്കാൻ നിന്ന് മാറി നിന്ന കഥ നമ്മൾ ഇന്നലെ പറഞ്ഞു. അത് കടത്തിൻ്റെ കാര്യം ഗൗരവമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മുത്തുനബി അങ്ങനെ ചെയ്തത്. അവിടെ ഏറ്റെടുത്തത് ബഹുമാനപ്പെട്ട അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ആണ്. 2 റുപ്യ ഏറ്റെടുത്തത്. പിന്നീട് അബൂ ഖത്താദയെ പിറ്റേ ദിവസം കണ്ടപ്പോഴും ചോദിച്ചു, കൊടുത്തോന്നു. അപ്പം ഈ ഏറ്റെടുക്കുന്ന കാര്യമുണ്ടല്ലോ, ഈ ഏറ്റെടുക്കാൻ എല്ലാവരും മൂപ്പന്മാരാണ്. പക്ഷെ ഏറ്റെടുത്ത കാര്യം കൊടുത്തുകണോ എന്നുള്ളത് അത് വലിയ വിഷയമാണ്. ഏറ്റെടുത്തത് കൊണ്ട് എന്താവൂല, മയ്യത്തിനെ ഖബറിൽ നിന്ന് രക്ഷപ്പെടുത്തൂല. കടം ഒരാൾ ഏറ്റെടുത്തത് കൊണ്ട് മയ്യത്ത് ഖബറിൽ നിന്ന് രക്ഷപ്പെടൂല. ഏറ്റെടുത്തത് കൊടുത്തിട്ടുണ്ടോ, കിട്ടിയിട്ടുണ്ടോ, അയാൾ പൊരുത്തപ്പെട്ടിട്ടുണ്ടോ എന്ന വിഷയം അറിയുന്നത് വരെ മയ്യത്തിൻ്റെ കാര്യം ഡേഞ്ചറാണ്. അവൻ്റെ ആത്മാവിനെ അല്ലാഹു തആല തടയപ്പെടും. ഇനി സ്വർഗത്തിന് പറ്റിയ ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും സ്വർഗം കാട്ടിക്കൊടുക്കും, പക്ഷെ കൊടുക്കൂല. സ്വർഗത്തിനെ തടയപ്പെടും. ഒരു സൂചി വായ്പ വാങ്ങിയിട്ട് കൊടുക്കാതെ മരിച്ച ഒരു കഥ പറയുന്നുണ്ട്. സ്വർഗത്തിനെ സൂചി വായ്പ വാങ്ങി, ഇവിടുന്ന് ദുന്യാവുന്നേ വായ്പ വാങ്ങിയ സാധനം തിരിച്ചു കൊടുത്തില്ല. അപ്പോൾ സ്വർഗത്തിനെ അയാൾക്ക് ഇങ്ങനെ കാട്ടിക്കൊടുക്കുന്നു, പക്ഷെ തടയപ്പെട്ടിരിക്കുകയാണ്, കൊടുക്കൂല സ്വർഗം. ഈ മനുഷ്യന്മാരോടുള്ള ഹക്ക് വലുതാണ്. അതുകൊണ്ട് ആ തൗബക്ക് 4 ഷർത്തുള്ളത് 3 പടച്ചോനുമായി ബന്ധപ്പെട്ടതാണ്, ഒരെണ്ണം പടപ്പുകളോടുള്ളതാണ്. പടപ്പുകൾ എന്നത് വലിയ ഡേഞ്ചറാണ് വിഷയം. ഒരാൾ ഇന്നാൾ പറഞ്ഞേ, ഞാൻ മരിച്ചാലും എനിക്ക് പൊരുത്തപ്പെട്ടു വരൂല. അങ്ങനെ ഉണ്ടാവും ചിലവര്, മരിച്ചാലും എനിക്ക് പൊരുത്തപ്പെട്ടു വരൂല. അങ്ങനെ പറയാൻ പാടില്ല. മാപ്പ് ചോദിച്ചു, മാപ്പപേക്ഷിച്ചു, മാപ്പാക്കി കൊടുക്കാൻ പറ്റിയതൊക്കെ മാപ്പാക്കി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ വീട്ടാനുള്ള വഴികളൊക്കെ കണ്ടെത്തണം. ശുഹദാക്കളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ശുഹദാക്കളൊക്കെ സ്വർഗത്തിൻ്റെ ആളുകളാണ്. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിൽ രേഖപ്പെടുത്തുന്ന ഹദീസാണ്. ഒരാൾ നബിൻ്റെ അടുത്തേക്ക് വന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല അറഅയ്ത ഇൻ ജാഹത്തു ഫീ സബീലില്ലാഹി ബിനഫ്സി വമാലി. എൻ്റെ സ്വന്തം ശരീരവും എൻ്റെ സ്വത്തും എല്ലാം ഉപയോഗിച്ച് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ഇറങ്ങി. അങ്ങനെ യുദ്ധം ചെയ്ത് അയാൾ ഷഹീദായാൽ അയാൾക്ക് കിട്ടുന്ന കൂലി പറയാം, ഹത്താ ഉഖ്തല സ്വാബിറൻ. ഞാൻ ക്ഷമാശീലനായി കൊണ്ട് യുദ്ധത്തിലേക്ക് പുറപ്പെട്ടു. മുഹ്തസിബൻ, പടച്ചോൻ്റെ നിന്ന് കൂലി ആഗ്രഹിച്ചുകൊണ്ട് പുറപ്പെട്ടു. മുഖ്ബിലൻ ഗൈറ മുദ്ബിരിൻ, യുദ്ധത്തിലേക്ക് മുന്നിട്ടിറങ്ങി പേടിച്ചിട്ടിങ്ങോട്ട് പിന്തിരിഞ്ഞ് പോകുന്നില്ല. എന്നാൽ അദ്ഖുലുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ കടക്കുവോ തങ്ങളെ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബി ചോദിക്കുക, ഞാൻ യുദ്ധത്തിന് പുറപ്പെട്ട് ഷഹീദായി മരിച്ചാൽ എനിക്ക് സ്വർഗം തരുമോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, അതെ, എനിക്ക് സ്വർഗം കിട്ടും. ഫലമ്മ വല്ല ദഅ, അയാൾ അങ്ങ് പിന്തിരിഞ്ഞപ്പോൾ, ആ ചോദിച്ച സ്വഹാബി അങ്ങ് പോയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിനെ വിളിച്ചു. ദഅ, റസൂൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇല്ല അൻ യകൂന അലൈക ദൈനുൻ, അനക്ക് കടം ഉണ്ടെങ്കിൽ സ്വർഗം തടയപ്പെടും. ഷഹീദിനെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞത്. ഒരു ശുഹദാഇന്റെ ചോദ്യമാണ്. ഷഹീദായി മരിച്ചാൽ സ്വർഗം കിട്ടും, ശുഹദാക്കൾ സ്വർഗത്തിലാണൊക്കെ നമുക്കറിയാം. പക്ഷെ ഇല്ല അൻ യകൂന അലൈക ദൈനുൻ, കടം ഉണ്ടോ അത് വീട്ടന്നെ വേണം. ലൈസ ലഹു ഇൻദക വഫാഉൻ, വീട്ടാനുള്ള മാർഗം നിന്റെ അടുക്കൽ ഇല്ലെങ്കിൽ അത് വിഷയം തന്നെയാണ്. അപ്പോൾ പേടിപ്പെടുത്തുന്ന വിഷയം തന്നെയാണ് ഈ കടം എന്നത്. അത് വീട്ടാനുള്ള മാർഗങ്ങളെക്കുറിച്ച് കടം ഉള്ള ഓരോ വ്യക്തികളും ചിന്തിച്ചു കൊണ്ടിരിക്കണം. ഈ കിതാബിൽ തന്നെ കടത്തെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. ഇനി നമുക്ക് വസിയത്തിലേക്കാണ് കയറാനുള്ളത്. മരണം ആസന്നമായി കിടക്കുന്ന ഒരാളുടെ കടവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തു. ഇനി വസിയത്തുണ്ടാവും. ഇൻഷാ അല്ലാഹ് പിന്നീട് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിൽ തരട്ടെ. കടം ഇല്ലാത്തവർ കുറവാ. പിന്നെ കുറേ ആളുകൾ വണ്ടി ചെല്ലുന്ന ബാങ്കിക്കാണ്. ബാങ്കിക്കേ മനുഷ്യന്മാർ കൊടുക്കണില്ല.
പിന്നെ മുട്ടാള വഴി ബാങ്കാണ്. അവിടുന്ന് ഇപ്പം 5 ലക്ഷം കടമെടുത്ത് കഴിഞ്ഞാൽ 10 ലക്ഷം കൊണ്ടേ അടക്കുകയാണ്. ലാസ്റ്റ് ഇയാൾ കടത്തിൻ്റെ മേലെ കുടുങ്ങാണ്. സംസാരിക്കാൻ നമുക്ക് മഹല്ലുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനും ചിന്തിക്കാനൊക്കെ ഉണ്ട്. ഒരു മനുഷ്യൻ്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്താലുള്ള കൂലികളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒരു അയലോക്കക്കാരൻ കടത്ത് കുടുങ്ങിയിരിക്കുകയാണ്. അയലോക്കക്കാരൻ ഇപ്പുറത്തെ അയലോക്കക്കാരടുത്ത് നല്ലോണം കടമില്ലാത്ത മനുഷ്യനാണെങ്കിൽ ഇയാൾക്ക് അയാളോട് ഒരു കരുണ കാണിക്കാം. മനസ്സിലായില്ലേ? കുറേ ആൾ ബാങ്കിലാണിപ്പോൾ. നമ്മുടെ മഹലിൻ്റെ മൊത്തം ചിത്രം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആരൊക്കെ ബാങ്കിൽ ആധാരം വെച്ചു നോക്കും. വീടിൻ്റെ ആധാരം, വീടിൻ്റെ, വാഹനത്തിൻ്റെ ഒക്കെ പരിശോധിച്ചിട്ട് കടത്തുനിന്ന് കൊടുക്കല്ല, രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ ആരായാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. എല്ലാവർക്കും അതിനുള്ള മാർഗങ്ങൾ അല്ലാഹു കാണിച്ചു തരട്ടെ. പടച്ചോൻ നമ്മളെ കൈവിടൂല. പടച്ചോൻ നമ്മളെ സഹായിക്കും. പടച്ചോനുമായി ബന്ധപ്പെട്ട പൊരുത്തപ്പെട്ട അമാലുകളൊക്കെ നമ്മൾ ചെയ്തു പോയാൽ മതി. ഇപ്പോൾ സുബഹി നിസ്കരിച്ച് അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കട്ടെ. ഈ കാര്യത്തിലുള്ള വരവും പോക്കും ഇവിടെ വന്നിരുന്നാണ്ട് കേൾക്കുന്നതൊക്കെ പടച്ചോന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. ഇനി കുറച്ച് ഖുർആൻ ഓതി ഖുർആൻക്ക് ഓതാതെ പോരുന്നാൾ പറഞ്ഞില്ലേ. എല്ലാവരും ഖുർആനുമായി ബന്ധപ്പെടണം. നമ്മൾ മരിച്ചു പോയ ഉപ്പാക്ക് ഉമ്മാക്ക് അവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. കടക്കാരാരെങ്കിലും നമ്മളെ ഖബർസ്ഥാനിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവേ നമ്മളെ മക്കള് പേരമക്കള് നമ്മളവർക്ക് വേണ്ടി ദുആ ഇരിക്കുക. അള്ളാഹു താല സലാമത്താക്കി കൊടുക്കട്ടെ. അവരെ ഖബറിൽ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അള്ളാഹു താല ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കട്ടെ. റബ്ബന അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ. ഇന്നലെ നമ്മളെ കരീം സാറെ ജേട്ടനല്ലേ ഷക്കീറില്ല, ഇന്നലെ മരണപ്പെട്ട അമ്മോശന് വേണ്ടിയിട്ട് മൂപ്പര് എഴുതിച്ച കാശ് 25,000 രൂപ അത് ഞാൻ കൊടുത്തു ഉസ്താദെ എന്നും പറഞ്ഞ്, പിന്നെ അതിൻ്റെ പുറമെ കുറച്ച് സിമെൻറ്റും ചാക്കും 5 ചാക്ക്. അള്ളാഹു താല കബൂലാക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മോശൻ്റെ ഖബർ അള്ളാഹു റാഹത്തിലാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിൻ്റെ അവകാശികൾ അള്ളാഹു ചേർക്കുമാറാകട്ടെ. അങ്ങനെ നമ്മുടെ പള്ളിയുടെ നിർമ്മാണത്തിന് തുടക്കം മുതൽ ഇന്ന് വരെയും സഹായിച്ചു കൊണ്ടിരിക്കുന്ന, എഴുതിച്ചത് കൊടുത്തതിൻ്റെ ശേഷം വീണ്ടും കൊടുക്കുന്ന എല്ലാം അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ. അതിൻ്റെയൊക്കെ മിസ്ല് സവാബുകൾ അവരവരുടേതായ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് റൂഹിലേക്ക് അള്ളാഹു താല എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹു ആഖിറം രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട നമ്മളെ ഫൈളി ഉസ്താദിൻ്റെ കുടുംബത്തിൽ ഇന്നലെ ഒരു 3 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ ഉമ്മ ക്യാൻസർ രോഗം പിടിച്ചിട്ട് അധികമൊന്നും ആയിട്ടില്ല, പെട്ടെന്നുള്ള മരണമായിരുന്നു എന്ന് പറയാം. അള്ളാഹു താല ആ സഹോദരിക്ക് സ്വർഗം നൽകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. ആ ഉമ്മ വേർപിരിഞ്ഞ ദുഃഖത്തിൽ കഴിയുന്ന കുട്ടിക്ക് അള്ളാഹു താല നല്ല പോലെ വളർത്തിയെടുക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ മരിച്ചുപോയ എല്ലാവർക്കും, ചെറിയ കുട്ടിയും വലിയവർക്കൊക്കെ അള്ളാഹു താല സ്വർഗം നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അൻബിയാൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.